ഒരു രൂപ പോലും ചിലവാക്കാതെ ഫോണിൻ്റെ സ്വിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതെങ്ങനെയെന്ന് ഞാനിപ്പോൾ കാണിക്കാം. എൻ്റെ കൈവശം ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്. റെഡ്മിയുടെ 9A എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ഞാൻ പലതവണ ഓൺ ചെയ്യുന്ന സ്വിച്ച് അമർത്തി നോക്കി, എന്നിട്ടും അത് വർക്കാവുന്നില്ല. വോളിയം കൺട്രോൾ വല്ലപ്പോഴും കൂടി മാത്രമേ വർക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് ചാർജർ കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. കാരണം എൻ്റെ ഡിസ്പ്ലേ വരുന്നത് ചാർജർ കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ചാർജർ കണക്ട് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അല്ലാതെ നമുക്ക് ഇത് അൺലോക്ക് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, നമുക്കിത് അഴിച്ചു നോക്കാം. ആദ്യം സിം ട്രേ അഴിച്ച് മാറ്റിയതിന് ശേഷം ബാക്ക് ഡോർ കൈ കൊണ്ട് തന്നെ അഴിച്ച് മാറ്റാൻ പറ്റും. ഇതിനകത്ത് സ്ക്രൂ വരുന്നില്ല. ബാക്ക് ഡോർ അഴിച്ച് മാറ്റിയതിന് ശേഷം സ്വിച്ച് പ്രസ് ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു സ്റ്റീലിൻ്റെ ഒരു മെറ്റൽ പീസ് ഉണ്ടാവും. സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു റൗണ്ടിൽ ഒരു പീസ് ഉണ്ടാവും. ആ ഓൺ ചെയ്യുന്ന ഭാഗത്തും വോളിയം കൺട്രോളിലും 3 പീസ് ഉണ്ടാവും. അപ്പോൾ ഓൺ ചെയ്യുന്ന ഭാഗത്താണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത്. അത് നമ്മൾ ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് നമ്മൾ പൊക്കി വെച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു കംപ്ലൈൻറ്റ് മാറി കിട്ടുന്നതായിരിക്കും. സാധാരണ ഇങ്ങനെ വരുന്നത് ചെറിയൊരു ക്ലാവ് പിടിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മളിത് അമർത്തുമ്പോഴത്തേക്ക് നേരെ പ്രസ് ആവാത്ത ഒരു കണ്ടീഷൻ വരുന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഈ ഫോണിലും ഉള്ളത്. അങ്ങനെ 3 സ്വിച്ചിലും ആ ഒരു സ്റ്റീലിൻ്റെ പീസ് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തിട്ട് ട്യൂസർ ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് മാറുന്നതായിരിക്കും. ഞാനിപ്പോൾ അത് 3ഉം സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ബാക്ക് ഡോർ അടച്ചു വെച്ചു. എന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഓൺ ചെയ്യുന്ന സ്വിച്ചും ആ കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും ശരിയാക്കി എടുക്കാവുന്നതാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ എനിക്ക് സക്സസ് ആയിട്ടുണ്ട്. താങ്ക് യു.